ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. നല്ല ഒരു ക്രിസ്മസ് ആശംസകൾക്ക് ശേഷം, എല്ലാവർക്കും നല്ല ഗ്രീറ്റിംഗ്സ് അയച്ചതിന് ശേഷം, നാം ആ യേശു കുഞ്ഞിൻ്റെ ജനനം നമ്മുടെ ഹൃദയത്തിൽ ജനിപ്പിച്ചതിന് ശേഷം നാം എല്ലാവരും വളരെ പ്രത്യാശയോടുകൂടി ആ 25 ദിവസം നോമ്പ് നോക്കുകയും ആ നോമ്പിലൂടെ കിട്ടിയ അനുഗ്രഹത്തിലൂടെ നമ്മുടെ കർത്താവായ യേശു കുഞ്ഞിൻ്റെ ജനനം നമ്മുടെ ഉള്ളിൽ നടത്തുകയും ഇന്നേ വരെ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് നോക്കാതെ ഇനിയും നമുക്ക് എങ്ങനെ ജീവിക്കണമെന്നുള്ളൊരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനിയുള്ള ജനുവരി 31 തീയതി വരെയുള്ള ആ ദിവസം നാം ഒരു തീരുമാനം എടുക്കുകയും ആണ് വേണ്ടത്. അങ്ങനെ കഴിയുന്നതായ ഈ അവസരത്തിൽ ഈ 26-ാമത്തെ ദിവസം, അതായത് ഡിസംബർ 26 വെള്ളിയാഴ്ച, നാം മനസ്സിലാക്കേണ്ടത് ഈ വർഷത്തെ 360-ാമത്തെ ദിവസമാണ് എന്ന് മാത്രമല്ല, ഈ മാസത്തിലെ 26-ാമത്തെ ദിവസവും ആണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവമാതാവിൻ്റെ പുകഴ്ച പെരുന്നാളിൻ്റെ ദിവസമാണ്. ദൈവമാതാവിൻ്റെ പുകഴ്ച പെരുന്നാളിൻ്റെ ദിവസം മാർച്ച് 25-ാം തീയതിയും ഡിസംബർ 26-ാം തീയതിയും വളരെ ഇമ്പോർട്ടൻ്റായി നാം ഈ രണ്ട് പെരുന്നാളുകളെയും കാണുന്നു. ഒന്ന് വചനിപ്പ് പെരുന്നാളും രണ്ടാമത്തേത് ദൈവമാതാവിൻ്റെ പുകഴ്ച പെരുന്നാളും ആണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ദൈവവചനത്തിൻ്റെ പ്രകാശം ക്രിസ്തു ശിഷ്യന്മാർ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അത് മറച്ചു വയ്ക്കുവാനുള്ളതല്ല, പ്രത്യുത പങ്കുവയ്ക്കുവാനുള്ളതാണ്. വിളക്ക് കൊളുത്തിയിട്ട് ആരും പാത്രം കൊണ്ട് മൂടി വയ്ക്കുന്നില്ല. പ്രകാശം ദൈവത്തിൻ്റെ പ്രതീകമാണ്. ദൈവം വെളിച്ചമായിരിക്കുന്നത് പോലെ ദൈവപുത്രനായ യേശുവും ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് നമുക്ക് എവർക്കും അറിയാം. ഇന്നത്തെ ദിവസം വിശുദ്ധ കുർബാനയിൽ എവൻഗലിയൻ മേശയിൽ വായിക്കുവാൻ പോകുന്നതായ വേദഭാഗം ലൂക്കോസ് എവൻഗലിയസ്കാരുടെ രക്ഷാസുവിശേഷം 8-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വേദഭാഗമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. വിശ്വാസം സ്വർഗീയ വെളിച്ചത്തെ ആശ്രയിച്ചിരിക്കുന്നു. വിശ്വാസികൾ പ്രകാശത്തിന്റെ മക്കളായി തീരുന്നു. ദൈവവചനമാകുന്ന പ്രകാശം സ്വീകരിച്ച വിശുദ്ധ കന്യമറിയാം ഒരു മാതൃകാ ശിക്ഷയാണ്. കാരണം ദൈവവചനത്തെ കേൾക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തവൾ. ക്രിസ്തു ശിഷ്യന്മാർ ക്രിസ്തുവിന്റെ കുടുംബത്തിലെ അംഗമാകുന്നത് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലാണ്. ദൈവവചനം കേട്ടു ആചരിക്കുന്നവരാണ് അമ്മയും സഹോദരന്മാരും എന്ന് യേശു പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇപ്രകാരം യേശു പറഞ്ഞത് ചുറ്റും ഇരിക്കുന്നവരോടാണ്. സ്വാഭാവിക കുടുംബ ബന്ധത്തെക്കാൾ ദൈവവചനം കേൾവിയിലൂടെയും പ്രവൃത്തിയിലൂടെയും ഉടലെടുക്കുന്ന കൂട്ടായ്മയാണ് എന്ന് യേശു എടുത്ത് പറയുന്നതായി നമുക്ക് ഏവർക്കും ഇവിടെ കാണാം. വിശുദ്ധ കന്യമറിയാം BC 18 ജനിച്ചു എന്ന് കരുതുന്നു. പിതാവായ യൂയാക്കീം, അതായത് യൂനോക്കീർ, യഹൂദ ഗോത്രത്തിലും ദാവീദ് വംശത്തിലും പെട്ട ഏലിയാസറിന്റെ 2-ാമത്തെ പുത്രനാണ്. മാതാവായ ഹന്ന ലേവി ഗോത്രത്തിൽ അഹറോന്റെ വംശത്തിൽ ഉൾപ്പെട്ടവളായിരുന്നു. കന്യമറിയാം നേർച്ച പുത്രിയായിരുന്നു. യൂയാക്കീമിന്റെയും ഹന്നായിക്കും മക്കളില്ലായിരുന്നു. അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ലഭിച്ച കുഞ്ഞിനെ ദൈവത്തിന് നേർച്ചയായി കൊടുക്കുന്നതിന് തീരുമാനിച്ചിരുന്നു. അങ്ങനെ 3 വയസ്സുള്ളപ്പോൾ മറിയാമിനെ യെരുശലേം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടു. 3 വയസ്സ് മുതൽ 13 വയസ്സ് വരെ മറിയാം ദേവാലയത്തിൽ താമസിക്കുകയും ദേവാലയത്തിലേക്ക് ആവശ്യമായ വിശുദ്ധ വസ്ത്രങ്ങൾ തയ്ക്കുകയും ദൈവാലയത്തിൽ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ചെയ്തു. 13 വയസ്സിന് ശേഷം ദൈവാലയത്തിൽ താമസിക്കുന്നത് യോഗ്യമല്ല എന്ന് ദൈവിക ആലോചന പ്രകാരം യോസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. നീതിമാനായ യോസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യക മറിയാമിന്റെ അടുക്കൽ മാലാഖയുടെ അറിയിപ്പ് മുതലാണ് പുതിയ നിയമത്തിലെ കന്യക മറിയാമിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. യേശുവിനെ ദൈവാലയത്തിൽ സമർപ്പിച്ച ശേഷം പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോയപ്പോഴും കാനാവിലെ കല്യാണത്തിലും യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ഒരവസരത്തിലും കാൽവറിയിൽ ക്രൂസിന്റെ ചുവട്ടിലും സ്വർഗാരോഹണത്തിന്റെ ശേഷവും മർക്കോസിന്റെ മാളികയിൽ വെച്ച് പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുമ്പോഴും കന്യമറിയാം
ഉണ്ടായിരുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. സുറിയാനി സഭയുടെ ആരാധനകളിലും വ്യാമപ്രാർത്ഥനകളിലും വിശുദ്ധ കന്യാമറിയാമിനെ സംബന്ധിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട്. ഇവ മുൻകൂറികളും നേടലുകളുമാണ്. മന്ന നിക്ഷേപിച്ച പാത്രം പുറപ്പാട് 19:33 പറയുന്നുണ്ട്. എബ്രായർ 9:4 പറയുന്നുണ്ട്. അഹരോന്റെ തളർത്ത വടി സംഖ്യാപുസ്തകം 17:8-9 വാക്യങ്ങളിൽ പറയുന്നു. ഗിദെയോന്റെ രോമക്കെട്ടിന്മേൽ കണ്ട മഞ്ഞ്, അടയ്ക്കപ്പെട്ട വാതിൽ ഹെസ്കേൽ 44:2, ഇശായിയുടെ കുറ്റി യെശയ്യാ 11:1 എന്നിങ്ങനെ നിരവധി സാദൃശ്യങ്ങൾ കന്യാമറിയാമിനെ സൂചിപ്പിക്കുന്നുണ്ട്. കൃപ ലഭിച്ചവളായ വിശുദ്ധ കന്യാമറിയാം സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അതുകൊണ്ട് എല്ലാ തലമുറകളിലും വിശുദ്ധ കന്യാമറിയാമിനെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന സമർപ്പണം സമാനതകളില്ലാത്തതാണ് എന്ന് നമുക്ക് അവർക്കും അറിയാം. ഇത് ധൈര്യമില്ലാതെയുള്ള കീഴടങ്ങലല്ല, പ്രത്യുത അറിയിപ്പിന്റെ സാധ്യത സ്വീകരിച്ചുകൊണ്ടുള്ള വിധേയപ്പെടലാണ്. കൃപയാൽ മാത്രം സ്വതന്ത്ര ചിന്തയില്ലാതെ നിഷ്ക്രിയ പാത്രമായിരുന്നില്ല വിശുദ്ധ കന്യാമറിയാം. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ രക്ഷാപദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട കന്യാമറിയാം പുകഴ്ത്തപ്പെടേണ്ടത് ന്യായവും യുക്തവുമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇന്നേ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നാം കന്യാമറിയാമിന്റെ ആ ജീവിത രീതി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവൾ എങ്ങനെയാണ് ജനിച്ചത് മുതൽ ഈ കർത്താവായ യേശു കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെയുള്ള അവളുടെ ആ ജീവിത രീതികൾ നമ്മൾ കൃത്യമായി അവളുടെ ജീവചരിത്രത്തിലൂടെ വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കന്യാമറിയാം എത്ര വിശുദ്ധിയുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും ആയിരുന്നു എന്ന്. പിന്നീടുള്ള അവളുടെ ജീവിതവും, അതായത് ചരിത്രം പറയുന്നത് അവളുടെ 54-ാമത്തെ വയസ്സിൽ ഈ ലോകവാസം വെടിയുന്നത് വരെയുള്ള അവളുടെ ജീവിത ചരിത്രം പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏവർക്കും മനസ്സിലാകുന്നത് അവൾ വളരെ വിശുദ്ധിയോടുകൂടി ജീവിച്ച ഒരു സ്ത്രീയാണ് എന്നാണ്. അങ്ങനെ ജീവിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ കുടുംബങ്ങളിലുള്ള ഓരോരുത്തർക്കും അതിൻ്റെ പ്രചോദനം ലഭിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.